നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. ധാരണയിലെത്താൻ കഴിയാതെ അമേരിക്കയും ഇറാനും തമ്മിലുള്ള മൂന്നാം ഘട്ട ആണവ ചർച്ചകൾ ജനീവയിൽ അവസാനിച്ചു. സാങ്കേതിക വിഷയങ്ങളിൽ തർക്കം തുടരുന്നതിനാൽ ഇരു സംഘങ്ങളും മടങ്ങി. എന്നാൽ ഇത് ഫലപ്രദമായ ചർച്ചയായിരുന്നുവെന്ന് ഇറാൻ പ്രതികരിച്ചു. അടുത്ത ചർച്ച വിയന്നയിലാണ് നടക്കുന്നത്. ഇറാനെ ഒരിക്കലും ആണവായുധം നിർമ്മിക്കാൻ അനുവദിക്കില്ലെന്ന് ട്രംപ് ആവർത്തിച്ചു വാദിക്കുകയും ആയുധങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുകയാണെന്ന് ആരോപിക്കുകയും ചെയ്തു. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയും പ്രാദേശിക പ്രോക്സി നെറ്റ്വർക്കും നിയന്ത്രിക്കുന്നതിനോടൊപ്പം യുറേനിയം സമ്പുഷ്ടീകരണം പൂർണ്ണമായും അവസാനിപ്പിക്കണമെന്നും വാഷിംഗ്ടൺ ആവശ്യപ്പെട്ടു. എന്നാൽ ഇറാൻ ഇവയെല്ലാം ശക്തമായി നിരസിക്കുകയും ചെയ്തു. മേഖലയിലുടനീളമുള്ള US താവളങ്ങൾക്ക് നേരെ ടെഹ്റാൻ ഭീഷണി മുഴക്കിയിരിക്കുന്നത് സംഘർഷം ഉണ്ടാകുമെന്ന ഭയം ഉയർത്തിയിട്ടുണ്ട്. ഇറാന് ആണവായുധങ്ങൾ വികസിപ്പിക്കാൻ ഉദ്ദേശമില്ലെന്ന് പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ഇന്ന് ആവർത്തിച്ചു. നയതന്ത്രത്തിനാണ് മുൻഗണനയെങ്കിലും സൈനിക നടപടി സ്വീകരിക്കാനുള്ള അവകാശം അമേരിക്കയിൽ നിക്ഷിപ്തമാണെന്ന് US വൈസ് പ്രസിഡന്റ് JD വാൻസ് മുന്നറിയിപ്പ് നൽകി. ലോകത്തിലെ ഏറ്റവും മോശം ഭരണകൂടത്തിന് ആണവായുധങ്ങൾ കൈവശം വയ്ക്കാൻ അനുവാദം നൽകാനാവില്ല എന്നതാണ് പ്രതികരണം. ഇറാനെതിരെ ആക്രമണം നടത്തേണ്ടി വന്നാൽ രാജ്യത്തെ ആണവ മിസൈൽ പദ്ധതികളെ ലക്ഷ്യം വയ്ക്കാനാണ് ട്രംപ് ഭരണകൂടത്തിന്റെ തീരുമാനം. എന്നാൽ ഈ സൈനിക ഇടപെടൽ സംബന്ധിച്ച് കൃത്യമായ ആശയവിനിമയം ട്രംപ് US സേനയോട് നടത്തിയിട്ടില്ലെന്നാണ് വിവരം. അമേരിക്കയുടെ പ്ലാൻ ബി ഇറാന് ചുറ്റും അമേരിക്ക വൻ യുദ്ധസന്നാഹം നടത്തുകയും എതിരിടാനായി ഇറാൻ അതിർത്തികളിൽ ബാലിസ്റ്റിക് മിസൈലുകൾ വിന്യസിക്കുകയും ചെയ്തിട്ടുണ്ട്. സൈനിക വിന്യാസത്തിലൂടെയും ആക്രമണ ഭീഷണികളിലൂടെയും ഇറാനെ കരാറിൽ ഒപ്പുവയ്പ്പിക്കാനാകും എന്നാണ് ട്രംപിന്റെ വിചാരം. ഭീഷണിക്ക് വഴങ്ങുന്നില്ലെങ്കിൽ ചെറുതും വലുതുമായ ആക്രമണങ്ങൾ നടത്തി സമ്മർദ്ദം കൂട്ടാനാണ് ട്രംപിന്റെ പദ്ധതി. എന്നാൽ ഇറാനെ ഭീഷണിപ്പെടുത്തി കരാറിൽ ഒപ്പുവെപ്പിക്കാൻ സമ്മർദ്ദ തന്ത്രങ്ങൾക്ക് കഴിയുമോ എന്നത് സംബന്ധിച്ച് US-ൽ നിന്ന് തന്നെ സംശയങ്ങളും ഉയരുന്നു. ചർച്ചകൾ പരാജയപ്പെട്ടാൽ ആക്രമണം എന്നത് കൂടാതെ ഒരു പ്ലാൻ ബി കൂടി അമേരിക്ക പരിഗണിക്കുന്നുണ്ട്. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി മേധാവി റാഫേൽ ഗ്രോസിയാണ് ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. ഇതുപ്രകാരം ഇറാന് പരിമിതമായ രീതിയിൽ ആണവ സമ്പുഷ്ടീകരണ പദ്ധതി നടത്താം. പക്ഷേ ചികിത്സാ ആവശ്യങ്ങൾക്കും അതുപോലെ തന്നെ മെഡിക്കൽ ഗവേഷണങ്ങൾക്കും മാത്രമായി അത് പരിമിതപ്പെടുത്തണം. ഈ കരാർ ഇരുകൂട്ടരും അംഗീകരിച്ചാൽ തങ്ങൾ ഇപ്പോഴും യുറേനിയം സമ്പുഷ്ടീകരണം തുടരുന്നുണ്ടെന്ന് ഇറാൻ ഭരണകൂടത്തിന് അവരുടെ ജനതയോട് പറയാം. ഇറാന്റെ ആയുധ നിർമ്മാണ ശേഷിയുള്ള എല്ലാ കേന്ദ്രങ്ങളും അടച്ചുപൂട്ടിച്ചതായി ട്രംപിനും അവകാശപ്പെടാം. ഇറാനുമായുള്ള സംഘർഷം രൂക്ഷമാകുന്നത് തടയുന്നതിനുള്ള നയതന്ത്ര ശ്രമങ്ങളുടെ ഭാഗമായി ഒമാൻ വിദേശകാര്യമന്ത്രി ബദർ അൽ ബുസൈദി വെള്ളിയാഴ്ച വാഷിംഗ്ടണിൽ US വൈസ് പ്രസിഡന്റ് JD വാൻസുമായും മറ്റു മുതിർന്ന ഉദ്യോഗസ്ഥരുമായും കൂടിക്കാഴ്ച നടത്തുമെന്നാണ് റിപ്പോർട്ട്. ഇതിനിടെ ഇറാന്റെ ആയുധ ശേഖരണ ശൃംഖലകൾക്കും അനധികൃത എണ്ണക്കടത്ത് നടത്തുന്ന കപ്പൽ വ്യൂഹങ്ങൾക്കുമെതിരെ കടുത്ത ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണ് അമേരിക്ക. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ വികസനത്തിനും അത്യാധുനിക ആയുധ നിർമ്മാണത്തിനും സഹായം നൽകുന്ന ഇറാൻ, തുർക്കി, UAE എന്നിവിടങ്ങളിലെ വ്യക്തികളെയും സ്ഥാപനങ്ങളെയുമാണ് പുതുതായി കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന് സാമ്പത്തിക സഹായം എത്തുന്നത് തടയുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. രാജ്യാന്തര വിലക്കുകൾ ലംഘിച്ച് കോടിക്കണക്കിന് ഡോളർ മൂല്യമുള്ള പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കടത്തുന്ന ഷാഡോ ഫ്ലീറ്റ് കപ്പലുകൾക്കും അവയുടെ ഉടമസ്ഥർക്കുമെതിരെയും കർശന നടപടിയുണ്ടാകും. സ്വന്തം രാജ്യത്തെ ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ അവഗണിച്ച് വിദേശത്തെ ഭീകര ഗ്രൂപ്പുകളെ സഹായിക്കാനും മിസൈൽ സാങ്കേതികവിദ്യ വികസിപ്പിക്കാനുമാണ് ഇറാന്റെ പണം ചെലവഴിക്കുന്നതെന്ന് അമേരിക്ക കുറ്റപ്പെടുത്തി. പ്രസിഡന്റ് ട്രംപിന്റെ നാഷണൽ സെക്യൂരിറ്റി മെമ്മോറാണ്ടം പ്രകാരമുള്ള നടപടികളാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. ആണവ കരാറിലെ വ്യവസ്ഥകൾ പാലിക്കുന്നതിൽ ഇറാൻ പരാജയപ്പെട്ടതിനെ തുടർന്ന് ഐക്യരാഷ്ട്രസഭ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നീക്കം. ഇറാന്റെ ആയുധ പദ്ധതികളെ തകർക്കാൻ ലഭ്യമായ എല്ലാ മാർഗങ്ങളും തുടർന്നും ഉപയോഗിക്കുമെന്ന് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കി.